ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു റൈഡിങ്ങിനാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ സൈക്കിൾ അവിടെ ഇരിക്കുന്നത്. ഈ സൈക്കിളിനെ പറ്റി കാണണമെന്നുള്ളവർ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ സൈക്കിളിൻ്റെ വീഡിയോ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ സൈക്കിൾ എടുത്ത് പോവുകയാണ്. സൂപ്പറാണ്, നല്ല സ്മൂത്ത് സൈക്കിളാണ് ഇത്. ഞാൻ ഒരു തിരുവല്ലയിൽ ആണ് മേടിച്ചത്. തിരുവല്ലയിൽ ഒരു കടയിൽ നിന്നാണ്. അത് ഞാൻ അവസാനം പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് റൈഡിന് പോവാം. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഈ സൈക്കിൾ മേടിച്ച കട. അപ്പോൾ നമ്മൾ പോവുകയാണ്. ഈ സീരീസ് ഇനിയും നമ്മുടെ വീഡിയോസിൽ വരുന്നതായിരിക്കും. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇനി ഇതേപോലത്തെ സീരീസൊക്കെ വരുന്നതായിരിക്കും. നല്ല രസമല്ലേ ഇതേപോലത്തെ സീരീസൊക്കെ. അപ്പം ഇവിടെ ഒരു കയറ്റമുണ്ട്, അത് ഇറങ്ങുവാണ് ഞാൻ. ഇവിടെ ഒരു വളവൊക്കെ ഉണ്ട്. ഹോൺ അടിച്ചില്ലെങ്കിൽ ഏതെങ്കിലും വണ്ടി ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോകും. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന മതിൽ കണ്ടോ, ഈ മതിൽ കാരണം അപ്പുറത്തുനിന്ന്, നേരത്തെ ഈ മതിലില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ മതിൽ വെച്ചത് കാരണം അപ്പുറത്തുനിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഏതെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. അങ്ങനെ ഇവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ അവിടുന്ന് ഞാൻ നേരെ നമ്മുടെ സൈക്കിൾ തിരിച്ച് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഈ സൈക്കിൾ മേടിച്ച കട ഏതാണെന്ന് നമ്മൾ തിരുവല്ലയിലൊരു സൈക്കിൾ സർവീസും ഒക്കെ ഉള്ള കടയാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തുപോലെ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണ്ടുന്നവരുണ്ടെങ്കിൽ പോയി വാങ്ങുക. നല്ല വാറൻറ്റിയും എല്ലാം ഉള്ളതാണ്. ഇലക്ട്രിക് സൈക്കിൾ മുതലുള്ള എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ കയറ്റം കയറി. ഈ കയറ്റം ഇറങ്ങാൻ നേരത്താണ് മോനെ സെറ്റെന്ന് പറഞ്ഞാൽ അമ്മാതിരി സെറ്റ്. സീനാണ് നമ്മൾ ഈ കയറ്റം ഇറങ്ങുമ്പോൾ തന്നെ. അപ്പം ഇതിലേക്കൂടെ നല്ല സ്പീഡിലാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഊഹം വെച്ച് 35 km/h ഞാൻ ബ്രേക്ക് പിടിച്ച്. അപ്പോൾ അത് കണ്ടെത്തി പോകാനും വിചാരിച്ചിരുന്നതാണ്. അവിടെ കുറേ പട്ടികളുണ്ട്. പട്ടികൾ കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഒരാൾ നമ്മളോട് ചോദിച്ച്, എൻ്റെ പഴയ കൂട്ടുകാരൻ്റെ അപ്പൂപ്പനാണ് അവിടെ നിന്നത്, എന്നോട് ചോദിച്ചു ഇപ്പോൾ കളിക്കാനൊന്നും വരുന്നില്ലേന്ന്. അതാണ് ചോദിച്ചത്. അതാണ് ഞാൻ സൈക്കിള് നിർത്തിയത്. അപ്പോൾ പിന്നെ നമ്മൾ പോവുകയാണ് നല്ല സ്പീഡിൽ തന്നെ. സ്പീഡിലൊരു കോംപ്രമൈസും ഇല്ല. അതാണ് നമ്മൾ അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഈ റോഡിലൂടെയാണ് ഞാൻ കയറുന്നത്. എൻ്റെ പൊന്നെ, എന്ത് ഓഫ് റോഡാണെന്നറിയാമോ? ഓഫ് റോഡിൻ്റെ അങ്ങ് അറ്റമാണ് ഈ റോഡ്. അന്നും പറഞ്ഞ് വലിയ ഓഫ് റോഡൊന്നുമില്ല, അത്യാവശ്യം. പക്ഷേ സ്പീഡിലാണ് ഓടിക്കുന്നത്. മഴയെങ്ങാനും ആയിരുന്നെങ്കിൽ തെന്നി അടിച്ച് താഴെ കിടന്നതിൻ്റെ. അപ്പം അപ്പുറത്തെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഫുള്ളും കല്ലാണ്. ഒരു രക്ഷയില്ലാത്ത കല്ലാണ് അപ്പുറത്തെ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ. ഞാൻ അതുകൊണ്ടാണ് ഈ സൈഡ് പിടിച്ച് പോകുന്നത്. എന്നാലും വൈബ്രേഷൻ്റെ അങ്ങേ അറ്റമാണ്. ഫോൺ വൈബ്രേറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ സൈക്കിൾ തിരിച്ചിട്ടുണ്ട്. പുതിയ ഹോണൊക്കെ നമ്മൾ മേടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോവുകയാണ്. ഈ സൈഡ് പിടിച്ചാണ് പോകുന്നത്. ആ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ താഴെ കിടക്കും, അത്രയ്ക്ക് വൈബ്രേഷനാണ്. ഈ സൈഡായിട്ട് ഇത്രയും. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഞാൻ പറയണ്ടല്ലോ, ഇതിനേക്കാളും സൂപ്പറാണ് അപ്പുറത്തെ സൈഡ്. അങ്ങനെ നമ്മൾ സ്പീഡൊക്കെ കൂട്ടി പോവുകയാണ്. ഇതിലേക്കൂടെ സ്പീഡ് കൂട്ടിപ്പോകാൻ ഇച്ചിരി എക്സ്പീരിയൻസ് വേണം. ഞാൻ സൈക്കിൾ പഠിച്ചിട്ട് ഇപ്പോൾ 6 വർഷമായി. ഇപ്പോൾ ഒരു സംഭവം ഞാൻ കാട്ടിത്തരാം, നിങ്ങൾ കണ്ടോണം. അപ്പോൾ ഗായ്സ്, ഞാൻ ശരിക്കും ഇത് വേറൊരു സംഭവം കാണിക്കാൻ പോയതാണ്. അപ്പോൾ പാമ്പിനെ മുന്നിൽ കണ്ടു. ഒരു ചേര. അപ്പോൾ ഗായ്സ് നമ്മളൊരു വീട്ടിൽ കയറി. അവിടുത്തെ അപ്പച്ചൻ നമ്മളെ വിളിച്ച്, അപ്പച്ചൻ എന്തോ മരുന്ന് മേടിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ അമ്മാമ്മയുടെ കൈ പൈസ കൊടുത്തിട്ടുണ്ട്, ബാക്കിൽ ചെല്ലാൻ പറഞ്ഞ്.
അങ്ങനെ നമ്മൾ അമ്മാമ്മയുടെ അടുത്ത് പോവുകയാണ് ബാക്കിലോട്ട്. അപ്പോൾ നിങ്ങൾ ആ പാമ്പിനെ പാമ്പും പോട്ടെ ചേരയെ കണ്ടു കാണും. എന്തോ വലിയ ചേരയാ. അങ്ങനെ നമ്മൾ അമ്മാമ്മയെ കാട്ടി ഇവിടെ നിൽക്കുവാണ്. അമ്മാമ്മ അടുക്കളയിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇതേപോലത്തെ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. അപ്പം ഇനിയും നമ്മളിടും. ഇതൊക്കെ നല്ല രസമാണ് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാനിത് ജോയൽ ജോഷി എന്ന് പറഞ്ഞൊരു യൂട്യൂബറിൻ്റെ കണ്ടിട്ടാണ്. എനിക്ക് ജോയൽ ജോഷി എന്ന് പറഞ്ഞ യൂട്യൂബിലൂടെയാണ് ഞാൻ ഇങ്ങനത്തെ സൈക്കിളിൻ്റെ വ്ളോഗിങ്ങൊക്കെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കയറി. വീടിൻ്റെ പുറകിൽ ചെറിയൊരു ഓഫ് റോഡ് പോലത്തെ സിസ്റ്റം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നേരത്തെ നല്ലതായിരുന്നു. ഞാൻ കല്ലൊക്കെ കൊണ്ടിട്ട് ഓഫ് റോഡ് പോലെ ആക്കി. പിന്നെ കുറച്ച് കല്ല് അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് ഞാനും ഇട്ട്. അങ്ങനാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. ഓക്കെ. മറ്റേ കൊച്ചു കല്ലൊക്കെ ഞാനത് ഇവിടെ വെച്ചാണ്. അയ്യോ ഗൈസ്, ഞാൻ ട്രാപ്പായി. മുന്നോട്ട് കിടക്കാൻ പറ്റുന്നില്ല, പിന്നോട്ടും എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളത് ക്ലിയർ ചെയ്ത് പോവുകയാണ്. അങ്ങനെ നമ്മൾ പോയി. അങ്ങനെ എൻ്റെ വീടിൻ്റെ ബാക്ക് വശം നിങ്ങൾ കണ്ടല്ലോ. ആരും കണ്ടില്ലെന്നും പറഞ്ഞ് പരാതി തരരുത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പോവുകയാണ്. ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കണം. ഇത്ര നേരം ചവിട്ടിയില്ലേ, അപ്പോൾ ദാഹമൊക്കെ ഉണ്ട്. അതേണ്ട വയ്യാത്തവൻ അവിടെ നിൽപ്പുണ്ട്. അവന് പനിയാണ്, കള്ളപ്പനിയാണ്. ഇന്ന് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള കള്ളപ്പനിയാണ്. അങ്ങനെ ഞാൻ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ പോവുകയാണ്. എനിക്ക് ബ്രേക്ക് എടുക്കാൻ ടൈമായി. അപ്പം ഗൈസ്, ഞാൻ പിന്നെ വന്ന് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നതാണ്. നമുക്ക് സൈക്കിൾ ഇതുവഴി ചുമ്മാ കറക്കിയിട്ട് പോകാം. ഓക്കെ. ഒരു കാറ് പോകുന്നുണ്ട്. അത് എങ്ങോട്ടാണെന്നറിയത്തില്ല. ആ വീട്ടിലും ഉണ്ട്, അങ്ങോട്ടാണ്. അവിടെ ഒരു വീട്ടിലും അതേപോലത്തെ കാറുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. രണ്ടും ഒരേ ഇതാണ്. അപ്പം നല്ല സ്പീഡിൽ പോവാണ്. ഈ കയറ്റം കയറി. ഓക്കെ. സൈഡിൽ കൂടെ പോയി. ഇപ്പം മരണടിച്ച് വീണേനെ. എൻ്റെ ദൈവമേ, ഒരു പട്ടി. ഈ പട്ടി ഏത് വണ്ടി കണ്ടാലും ചാടിക്കയറും. അപ്പം നമ്മൾ ഈ പട്ടിയുടെ അടുത്തൂടെ സ്ലോ ചെയ്ത് പോകണം. അതുകൊണ്ട് അതൊന്നും ചെയ്യാതെ നമ്മളെ വെറുതെ വിട്ട്. ഓക്കെ. അങ്ങനെ ഞാൻ പോവാണ്. കണ്ടോ ഗൈസ്, ഈ മതിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ മതിലിൻ്റെ കാര്യം. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഇതെന്തോ ആണ് വെച്ചേക്കുന്നത്. ഈ മതിലൊക്കെ ഒന്നും കാണത്തില്ല വണ്ടി വരുന്നത്. ഓക്കെ. ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞാൻ ചേരയെ കണ്ടില്ലേ, ഈ ഒരു ഇപ്പുറത്തെ ഗ്രൗണ്ടിൽ ഈ ചേര ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ചേരക്കാട് തന്നെയാണ് കാണുന്നത്. ഒരു ദിവസം കുറഞ്ഞത് ഒരു ചേരയെങ്കിലും എനിക്ക് കാണാതെ പറ്റത്തില്ല. എപ്പോഴും ഞാൻ ചേരയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ 8 തവണ ചേരയെ കണ്ട്. പിന്നെ ഞാൻ 5, പിന്നെ 2, 3, പിന്നെ ഇന്നിപ്പോൾ എത്ര തവണ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 തവണ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും ഒരെണ്ണത്തിനെ കണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. ക്യാമറയൊന്ന് നേരെ വെച്ചാൽ അതേണ്ട. ഓം നമോ നാരായണായ. കൃഷ്ണക്ഷേത്രമാണ് ആ ക്ഷേത്രം. ഇത് അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീഡിയോ ആണ്. അപ്പം ഈ പാമ്പെന്നൊക്കെ പറഞ്ഞ അന്നേരം ഞാൻ വേറെന്തോ സംഭവം കാണിക്കാൻ പോയതാണ്. ഭാഗ്യത്തിനാണ് അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ചെന്ന് കയറാനത്. കയറിക്കഴിഞ്ഞായിരുന്നെങ്കിൽ അറിയാമല്ലോ. അതുകൊണ്ട് ഒരു അമ്മച്ചി അവിടെ ഇരിപ്പുണ്ട്. ആ അമ്മാമ്മ അവിടെ പേടിയില്ലാതിരിക്കുകയാണ്. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ആ അമ്മാമ്മയോട്. അവിടെ ചേരയുണ്ടായിരുന്നു. ഇവിടെ ആയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പേടിയില്ലേ? പേടിയൊന്നുമില്ലേ? അതിനെ നമ്മളെ നോവിക്കരുത്. അത് ചവിട്ടുമോ അതിനെ നോവിച്ചു വിടുകയോ.
അതുകൊണ്ട് ആ പട്ടി നമ്മുടെ മുന്നിൽ വന്ന് ആ പട്ടി ആ വീട്ടിലോട്ട് കയറി അവിടെ പോവാ അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ റൈഡ് ഇത് ഇവിടെ തീർന്നിരിക്കുന്നു. ഇനി ഇതിൻ്റെ സീരീസ് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ.